മോള് കേട്ടിട്ടുണ്ടാവും പുരാണത്തില് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം വിട്ട് അശ്വത്ഥമാവിന്റെ അവസ്ഥയില്ല ഞാനിപ്പോ. അവരെ തിരിച്ച് വിളിക്കാനും പറ്റുന്നില്ല, ഇത് മുടക്കാനും പറ്റുന്നില്ല. മുടക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ വിപത്തുകളെ നേരിടേണ്ടി വരും. ശാലിനിയെ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചാലോ? അതിന് ആ സ്ഥലത്തേക്ക് ഫോണ് കിട്ടണ്ടേ? പിന്നെ ശാലിനിക്കൊപ്പം നിൽക്കുന്ന ശിവനുള്ളത് വിഷ്ണുവിന്റെ ഹൃദയമാണെന്ന് ശാലിനിയെ നമുക്ക് അറിയിക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക? ഇതിന്റെ ഒരു ഗൗരവം അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നമുക്ക് കഴിയില്ല മോളെ. ഇതിപ്പോ നമുക്കവരെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരാ ചിതാഭസ്മം പാപനാശിനിയില് നിമജ്ജനം ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പരിഹാരകർമ്മം ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ജോത്സ്യം പറഞ്ഞായിരുന്നോ? മോള് ഞാൻ മുമ്പ് പറഞ്ഞ അശ്വത്ഥാമാവിന്റെ കഥ തന്നെ എടുത്തു നോക്ക്. അർജുനന് നേരെ തൊടുത്ത ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവിനെ പിൻവലിക്കാനായില്ല. പിന്നെ അത് ഉത്തരയുടെ ഗർഭത്തിലേക്കാ തിരിച്ചു വിട്ടത്. അതുപോലെ ഇതിന്റെ തിക്താനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ഒരു മഹാമാരി പോലെ വന്നു ചേരും. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മരണപ്പെട്ടയാളുടെ മോക്ഷപ്രാപ്തി അല്ല, അതിന് നിയോഗിക്കപ്പെട്ടവരുടെ അപമൃത്യുവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും ശാരദാമ്മേ? കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാ മോളെ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ തീരൂ. ശാരദയും മക്കളും കണ്ണീര് കൊണ്ട് തുലാഭാരം നടത്തി തന്നെ ജീവിക്കണമെന്ന് സർവേശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാനല്ലേ നമുക്ക് പറ്റൂ. വരട്ടെ, എല്ലാം വന്ന് ചേരട്ടെ. എല്ലാ ദോഷങ്ങളും എല്ലാ കഷ്ടകാലങ്ങളും കെടുതികളും ഒന്നിച്ചു വന്ന് ചേരട്ടെ. എന്നും അനുഭവിച്ചും എന്തും തരണം ചെയ്തും എന്തിനേയും നേരിടാൻ മനസ്സ് പാകമായി കഴിഞ്ഞു. എന്റെ 3 മക്കളിൽ ആ ശാലിനിക്കെങ്കിൽ ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന് കരുതി. ഇല്ല, എനിക്കിപ്പോ ഒന്നിലൊരു പ്രതീക്ഷ വെക്കാൻ പറ്റുന്നില്ല. വരുന്ന പോലെയൊക്കെ വരട്ടെ. പോകരുതെന്നും ചെയ്യരുതെന്നും മുന്നറിയിപ്പ് കൊടുത്തതാ, കേട്ടില്ല. ഇനിയിപ്പോ വരും വരായികളെല്ലാം അനുഭവിച്ച് തീർക്കട്ടെ. ഈ ജന്മത്തിൽ തന്നെ എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും വാങ്ങിച്ചു കൂട്ടുമ്പോ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതിലെങ്കിലും സ്വസ്ഥതയും സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ശാരദാമ്മേ, കൂടുതൽ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ പോയവര് തിരിച്ചു വരാൻ. നമുക്കിപ്പോ അതല്ലേ ചെയ്യാൻ പറ്റൂ? പ്രാർത്ഥന. എന്റെ പ്രാർത്ഥനയും പരിഭവങ്ങളും കേട്ട് ഭഗവാന് തന്നെ പരിഭവം വന്നിരിക്കുക. കാരണം അത്രത്തോളം ഞാൻ വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പ തന്നെയാ. ഈശ്വരനെ വിളിച്ചു തന്നെ ഞാൻ അതിനെ മറികടക്കാൻ പറ്റുമോ നോക്കട്ടെ. ശല്യമാണെങ്കിലും ഈ ശാരദയെ കൈവിടില്ല എന്നൊരു ഉറപ്പുണ്ട്. ഞാൻ ആ ഉറപ്പിലിരിക്കും.